ഹലോ ഗൈസ്, ചെറുപുഴയ്ക്കിനി പുതിയ രുചി ഹോട്ട് ആൻഡ് കൂൾ വേണോ? നേരെ വിട്ടോ സ്കൈ ബേക്സ്. ഇത് പുതിയതായിട്ട് ഇനാഗുറേറ്റ് ചെയ്ത ഒരു സ്കൈ ബേക്കാണ്. ഇവിടെ കേക്കും എല്ലാം അവൈലബിൾ ആണ്. ഒരു സാധനവും ഇല്ല. ബേക്കറി ഐറ്റംസ്, ഹോട്ട് ആൻഡ് കൂൾ എല്ലാം അവൈലബിൾ ആണ്. ഞാനിപ്പോൾ കേക്ക് വാങ്ങാൻ നിൽക്കുവാണ്. റോഷൂട്ടിൻ്റെ പിറന്നാൾ കേക്ക് വാങ്ങാൻ നിൽക്കുവാണ്. ഇന്നലെ ഞാൻ ഓർഡർ കൊടുത്താണ്. അത് ഡിസംബർ 3-നാണ്. അപ്പോൾ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. 80% ഫുഡ് ഇവർ തന്നെ ഇവിടെ പ്രൊവൈഡ് ചെയ്തതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതേപോലെ അവിടെ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സും വാങ്ങിയായിരുന്നു. ആ ചോക്ലേറ്റാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ റോഷുവിൻ്റെ കേക്ക് മുറിക്കുന്ന വീഡിയോ ആണിത്. അവൻ സഹായിച്ച് തന്നു. നിങ്ങൾ കണ്ടോ? അതിനിടെ എനിക്കൊരു ഉമ്മയും കിട്ടിയിട്ടുണ്ട്. കേക്ക് മുറിച്ചിട്ട് എവിടെ നിന്ന് കുത്തിയെടുക്കും എന്നുള്ള ഡൗട്ടിലാണ് ഈ രണ്ടുപേരും നിൽക്കുന്നത്. അവസാനം റോഷൂട്ടിനെ ഞാൻ മറ്റേ കയ്യിൽ പിടിച്ചിട്ട് കേക്ക് അങ്ങ് എടുത്തു എൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ റോഷൂട്ടിൻ്റെ 1-ാം പിറന്നാൾ കേക്ക് മുറിച്ച്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. ഇത് ഡിസംബർ 3-നായിരുന്നു അവൻ്റെ പിറന്നാൾ, ഫസ്റ്റ് പിറന്നാൾ. ഞങ്ങളങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. റോഷുവിൻ്റെ വായിൽ അങ്ങോട്ടും വെച്ച് കൊടുത്തു, ഞാനും ചേട്ടയുടെ അങ്ങോട്ടും വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ റോഷുവിൻ്റെ ആൻറ്റി കാവ്യ ആൻറ്റി, അതായത് എൻ്റെ അനിയത്തി, വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഓരോരുത്തരായി വരിയായി കേക്ക് വായിൽ വെച്ച് കൊടുത്തു ഗൈസ്. അവനാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായി, കൈ കൊട്ടുന്നുണ്ട്. അടുത്തത് പോരട്ടെ എന്നായിരുന്നു അവൻ നിൽക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായി അവൻ്റെ വായിലോട്ട് കേക്ക് വെച്ച് കൊടുത്തു. നല്ല മധുരം തീറ്റയായിരുന്നു അന്നത്തെ ദിവസം. ചാച്ചൻ വെച്ച് കൊടുത്തു, അമ്മ വെച്ച് കൊടുത്തു, അത് കഴിഞ്ഞ് കാവ്യ, അമ്മ എല്ലാവരും വെച്ച് കൊടുത്തു. അവനാണെങ്കിൽ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ആ കേക്ക്. നല്ല കേക്കായിരുന്നു, ഒന്നും പറയാനില്ല. സൂപ്പർ കേക്ക് തന്നെ, സൂപ്പർ കേക്കായിരുന്നു. വെറുതെ പൊക്കി പറയുമല്ല, കുറേ അങ്ങ് മടുപ്പുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ബിരിയാണി കഴിച്ചു. അവസാനം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത്രയേ ഉള്ളൂ വീഡിയോ.